കോഴിക്കോട് ജില്ലയിലെ നോർത്ത് മണ്ഡലം NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് മീറ്റ് ദ കാൻഡിഡേറ്റ് പരിപാടിയിൽ സംസാരിക്കുകയാണ് തത്സമയം. അതുകൊണ്ട് സർക്കാർ ആശുപത്രികൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തിൽ എടുത്തുകൊണ്ട് നമ്മൾ പലപ്പോഴും എയിംസിന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടാറുണ്ട്. എയിംസ് അനിവാര്യമാണ്. എയിംസ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. ആ സ്പെസിഫിക്കേഷൻസ് മീറ്റ് ചെയ്താൽ മാത്രമേ കേന്ദ്രത്തിന്റെ ഫണ്ട് അനുവദിക്കൂ. അപ്പൊ ഇത്ര ഏക്കേഴ്സ് ഓഫ് ലാൻഡ് വേണം എന്ന് പറയുമ്പോൾ അതിന്റെ 200 ഏക്കർ ലാൻഡ് വേണം എന്ന് പറയുമ്പോൾ 150 ഏക്കർ പിടിച്ചുകൊണ്ട് ബാക്കി 80 ഏക്കർ ലഭ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് 6 വരി പാത വേണമെന്ന് പറയുമ്പോൾ വെറും 2 വരി പാത വെച്ചുകൊണ്ട് ഒരിക്കലും എയിംസ് നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കില്ല. ഇപ്പൊ ലാൻഡ് എക്വിസിഷൻ ഒരു വലിയൊരു പ്രോബ്ലമാണ്. ആ ലാൻഡ് എക്വിസിഷൻ അതിൻ്റെതായിട്ടുള്ള ഒരു ധിക്കാരപരമായിട്ടുള്ള നിലപാടായിട്ട് ചില ഭാഗത്ത് നമുക്ക് എടുക്കേണ്ടി വരും. ആ തരത്തിൽ എടുത്ത് നമുക്ക് ഇതിന് ലാൻഡ് യൂട്ടിലൈസേഷൻ കൂടെ വന്നാൽ മാത്രമേ എയിംസ് എന്നുള്ളൊരു സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കും. പക്ഷെ ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവൈലബിൾ ആയിട്ടുള്ള സോഴ്സസ് വെച്ചുകൊണ്ട് എങ്ങനെ നമുക്കത് മോഡിഫൈ ചെയ്ത് അവിടെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചൊരു ഊന്നലാണ് ആദ്യം തന്നെ കൊടുക്കേണ്ടതും. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആ ഒരു സ്ഥാനത്തേക്ക് എത്തുകയാണെങ്കിൽ ഏറ്റവും പ്രൈമറി ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കുന്നതും ഈ ഒരു സർക്കാർ ആശുപത്രികൾക്കായിരിക്കും. കാരണം അതിവിടെ സാധാരണക്കാർക്ക് ആശ്രയിച്ചു പോകേണ്ട ഒരു മേഖലയായതുകൊണ്ട് തന്നെ. ബീച്ച് ടൂറിസം നമുക്ക് അറിയാം. ഇവിടെ സന്ധ്യാസമയമായിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ സൺഡേസിലായിരുന്നു തിരക്ക്. ഇപ്പൊ സൺഡേ മൺഡേ ഒന്നുമില്ല, എല്ലാ ഡേയും ഹോളിഡേ പോലെയാണ്. ബീച്ചിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുന്നില്ല, ഒരു വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ കുറച്ച് സ്റ്റോള് കൂടെ ഇപ്പോൾ വന്നപ്പോൾ അതിലും നന്നായി. നമുക്ക് കോഴിക്കോട് നഗരത്തിലുള്ള ആളുകൾ മാത്രമല്ല, മലപ്പുറം ജില്ലയിൽ നിന്ന് പല ഭാഗത്ത് നമുക്ക് കോഴിക്കോട് കടപ്പുറം ആസ്വദിക്കാൻ വരുന്ന ആളുകളുണ്ട്. അപ്പൊ ആ കോഴിക്കോട് കടപ്പുറത്തെ മനോഹരമാക്കി തീർക്കേണ്ടത് കോഴിക്കോടുകാരാണ്. അത് നമ്മൾ ഒരുമിച്ചാണ് അതിന്റെ ഡെവലപ്മെന്റ് ചെയ്യേണ്ടത്. ഏറ്റവും വലിയൊരു പ്രോബ്ലം ബീച്ചിൽ ഫേസ് ചെയ്യുന്നത് ടോയ്ലറ്റിന്റെ അഭാവമാണ്. ഞങ്ങൾ എപ്പോഴും കോഴിക്കോട് കോർപ്പറേഷൻ, നമ്മുടെ കോർപ്പറേഷന്റെ ബിൽഡിങ്ങിനെ പറയും, കോർപ്പറേഷന്റെ ബിൽഡിംഗ് എപ്പോഴും സെപ്റ്റിക് ടാങ്ക് ഓവർഫ്ലോ ആണ്. അതുകൊണ്ട് അത് അടച്ചിടാൻ പറ്റുന്നില്ല. ഭയങ്കര ഒരു പത്തറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻ. അപ്പൊ അതിന്റെ എഞ്ചിനീയേഴ്സ് പറഞ്ഞിട്ടുള്ളത് ബീച്ചിൽ വരുന്ന ആളുകൾ കോർപ്പറേഷന്റെ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നു, അതുകൊണ്ട് അത് ബേർഡൻ ആയിട്ട് അങ്ങനെയാണ് ഓവർഫ്ലോ വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ബീച്ചിൽ വരുന്ന ആളുകൾക്ക് ടോയ്ലറ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ടതല്ല കോഴിക്കോട് കോർപ്പറേഷൻ കെട്ടിടം. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു സംവിധാനം മറ്റ് പല മേഖലകളും തയ്യാറാക്കുന്നത് പോലെ For Calicut Chamber of Commerce, I again welcome Sri Faisal Babu. Electric buses. മീറ്റ് ദ കാൻഡിഡേറ്റ് പരിപാടിയിൽ സംസാരിക്കുകയാണ് കോഴിക്കോട് നോർത്ത് മണ്ഡലം NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ്.